അത് കളമശ്ശേരിക്ക് വേണ്ടി. ഇതുപോലെ മനുഷ്യൻ നരകിച്ച് ജീവിക്കുന്ന ഇടമായി കളമശ്ശേരി നഗരസഭ തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒട്ടേറെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വിഷമതകൾ നമ്മൾ അനുഭവിക്കുന്നു. മൂലേപ്പാലത്തിന്റെ വെള്ളക്കെട്ട് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു. ഈ കളമശ്ശേരിക്കാരുടെ തെരഞ്ഞെടുപ്പ്, ഈ കളമശ്ശേരിക്കകത്ത് ഒരു MLA തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല എന്ന് വിളിച്ചോടുന്ന വിധത്തിലാണ് ഇന്ന് കളമശ്ശേരിക്കകത്ത് മാറ്റമുണ്ടാകുന്നത്. മൂലേപ്പാലത്തെ വെള്ളക്കെട്ട് മാത്രം ഞാൻ പറയുന്നു. ആ മൂലേപ്പാലത്തെ വെള്ളക്കെട്ട് ഈ പ്രാവശ്യം അതിശക്തമായ മഴയുണ്ടായിട്ടും അവിടെ മനുഷ്യൻ വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളത്, ആ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഈ കളമശ്ശേരി നഗരസഭ ഒരു ചുക്കും ചെയ്തില്ല. ചെയ്തത് ഈ നമ്മുടെ പ്രിയപ്പെട്ട പത്രങ്ങൾക്കകത്ത് ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഈ ഇന്ത്യക്കകത്തുള്ള നഗരസഭകളിൽ ഏറ്റവും മികച്ച ശുചിത്വ പരിപാലനം നടത്തുന്ന നഗരസഭയായി കൊച്ചി നഗരസഭയെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് സ്വച്ഛ് സർവേ നാഷണൽ റാങ്കിംഗ് പട്ടികക്കകത്താണ് 1ാം സ്ഥാനത്ത് ഈ കേരളത്തിനകത്തുള്ള കൊച്ചി നഗരസഭ തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ നഗരസഭ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു 4.25 വർഷത്തിന് അപ്പുറം നടത്തി. അങ്ങനെ ഗതികെട്ടാണ് കളമശ്ശേരി നഗരസഭാ ഭരണകൂടം 2020 അതിശക്തമായ സമരം കൊണ്ടൊരു നേട്ടമുണ്ടാകുന്നു എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഇവിടെ ലൈഫിനകത്തുള്ള ആളുകൾക്ക് മണ്ണ് കണ്ടെത്തിയത് 2020 LDF നടത്തിയ ഉജ്ജ്വലമായ കുടികെട്ട് സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ 2020 ഈ കൗൺസിലിനകത്ത് തീരുമാനിച്ചിട്ട് ആ തീരുമാനം 2020 തീരുമാനിച്ച് 2023 വരെ സർക്കാരിനകത്തേക്ക് ആ തീരുമാനം ഫയലാക്കി അയക്കുന്നതിൽ അമാന്ത കാണിച്ചു. അവസാനം ഇവിടെയുള്ള ഇടതുപക്ഷ കൗൺസിലർമാർ വലിയ ബഹളമുണ്ടാക്കിയിട്ടാണ്, വലിയ പ്രക്ഷോഭം നഗരസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാക്കിയിട്ടാണ് ഈ